2025 ഗുഡ് ബൈ പറയാൻ സമയമല്ല. അപ്പോൾ നമ്മുടെ ന്യൂ ഇയർ സ്പെഷ്യൽ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. ആദ്യം തന്നെ നമ്മൾ ഗ്രില്ലിംഗ് ചെയ്യാനുള്ള പരിപാടിയിൽ ഇങ്ങനെ എല്ലാവരും കൂടെ മുന്നിട്ട് നിൽക്കുകയാണ് കേട്ടോ. നമ്മുടെ പ്രദീപ് എണ്ണും രാജേഷ് എണ്ണും ചക്കുൻ്റെ വാപ്പയും എല്ലാവരും കൂടെ ഗ്രില്ല് ചെയ്യാനുള്ള പരിപാടിക്ക് വേണ്ടിയിട്ടുള്ള കനലൊക്കെ കൂട്ടിയിട്ട് അങ്ങ് കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. വീഡിയോ എടുക്കുന്നുണ്ടെന്ന് കണ്ടതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള പോസുകളും പ്രകടനങ്ങളും ഒക്കെ കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കാണികളായിട്ട് നമ്മളെ ശാലിനി ചേച്ചി അതുപോലെ സരിത ചേച്ചി അവിടെ തന്നെ അങ്ങ് സ്റ്റാൻഡ് ഉറപ്പിച്ചിരിപ്പുണ്ടായിരുന്നേ. അപ്പോൾ തീയൊക്കെ ഒന്ന് കൂട്ടിയിട്ട് കത്തിച്ചതിന് ശേഷം നമ്മുടെ എന്തു പറയാനായിട്ട് ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു സംഭവം ഉണ്ടല്ലോ, മറ്റേ നെറ്റ്, അത് ഒക്കെ മണ്ടയിലെടുത്ത് വെച്ച് കനലൊക്കെ കൂട്ടിയിട്ട് സെറ്റ് ചെയ്ത് എല്ലാം സെറ്റാക്കി വെച്ചപ്പോഴത്തേക്കും ഞാൻ എൻ്റെ പരിപാടികളൊക്കെ നേരത്തെ അങ്ങ് ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഗ്രില്ലിന് വേണ്ടിയിട്ടുള്ള മാഗ്നേഷനൊക്കെ ചെയ്ത് വെച്ച് ചിക്കനൊക്കെ എടുത്തുകൊണ്ടങ്ങ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഗ്രില്ലിന് വേണ്ടിയിട്ടുള്ള എല്ലാ സെറ്റപ്പുകളും സെറ്റായി വന്നതിന് ശേഷം നമ്മുടെ ഓരോ ചിക്കൻ പീസസ് ആയിട്ടൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. രാജേഷ് അണ്ണും ചക്കുൻ്റെ വാപ്പയും എല്ലാവരും കൂടെ നിന്നാണ് ഇതിൻ്റെ പരിപാടികളൊക്കെ സെറ്റ് ചെയ്യണത്. അങ്ങനെ ഓരോ പീസായിട്ട് വെച്ച് കൊടുത്ത് എല്ലാം അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തെടുക്കാനുള്ള പ്ലാനിങ്ങിലാണ്. പക്ഷേ എവിടെയൊക്കെ ചെറിയൊരു പാളിച്ചകൾ വന്നതുകൊണ്ട് തന്നെ ചെറുതായിട്ട് കരിഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല കേട്ടോ. നമ്മുടെ ഫസ്റ്റ് ട്രൈ അല്ലേ, മാക്സിമം സക്സസ് ആക്കി എടുക്കാൻ നോക്കി. അപ്പോൾ എന്തായാലും അടുക്കളയിലെ പരിപാടികളൊക്കെ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കവേ ചക്കുവിൻ്റെ വാപ്പ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ അങ്ങ് ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം എല്ലാവരും കൂടെ ഇങ്ങനെ ഒത്തുകൂടി ഇരുന്ന് നല്ല രസമായിരുന്നു ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ന്യൂ ഇയർ ആഘോഷം എന്ന് പറയുന്നത്. അങ്ങനെ എല്ലാവരും കൂടെ ചേർന്നിട്ടുള്ള ഒരു അടിപൊളി ന്യൂ ഇയർ ആയിരുന്നു കേട്ടോ അന്ന്. അങ്ങനെ ഓരോ ഫസ്റ്റ് സെറ്റ് സെക്കൻഡ് സെറ്റായിട്ടൊക്കെ ഓരോന്നായിട്ട് ഇങ്ങനെ പൊരിച്ചും കരിച്ചും ഒക്കെ വാരി എടുക്കുന്നുണ്ട്. പരിപാടികളൊക്കെ ഗംഭീരമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വേവൊക്കെ കറക്റ്റായൊന്ന് ഞങ്ങളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ അടുക്കളയിൽ അകത്ത് പക്കോടയുടെ പരിപാടി ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ മയോണൈസിൻ്റെ പരിപാടിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നേ. അങ്ങനെ മുന്തിരി ജ്യൂസായി, മയോണൈസായി, പക്കോടയായി, പിന്നെ ചപ്പാത്തിയായി, കുബൂസായി, പിന്നെ ഇടിയപ്പം. ഇതെല്ലാം കൂടെ സെറ്റായപ്പോഴത്തേക്കും നമ്മുടെ മൊത്തത്തിലുള്ള ഫുഡ് ഐറ്റംസ് എല്ലാം പ്രിപ്പയർ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മയോണൈസ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് അടുക്കള മൊത്തത്തിൽ ഒരു പരുവായതുകൊണ്ട് മൊത്തമായിട്ടൊന്നും എടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ. അപ്പോൾ ചിക്കൻ്റെ ചെറിയൊരു കറി പോലെ ചിക്കൻ്റെ ലിവറും പാർട്സും ഒക്കെ കൂടെ ഇട്ട് അതും കൂടെ ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഗ്രേവി വേണ്ടവർക്ക് അത് യൂസ് ചെയ്യാമല്ലോ എന്ന് കരുതിയിട്ട്. അപ്പോൾ ഇതാ ഓരോന്നായിട്ട് നമ്മളെല്ലാം സെറ്റ് ചെയ്ത് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്താ നമ്മുടെ ന്യൂ ഇയറിന് കുറച്ച് സമയം ഉണ്ടായിരുന്നുള്ളൂ മിച്ചം. അപ്പോൾ എല്ലാവരും കൂടെ ഫുഡ് കഴിക്കാനുള്ള പ്ലാനിങ്ങിലായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടെ ഫുഡ് കഴിച്ചിട്ട് പിന്നെ നമ്മുടെ ടെറഫിനകത്ത് വെച്ച് കൊഞ്ചം DJ പാർട്ടിയൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നേ. രാത്രി പിള്ളേരെല്ലാവരും കൂടെ ഓണായിരുന്നു കേട്ടോ. എല്ലാവരും കൂടെ നല്ല രസമായിരുന്നേ. അപ്പോൾ ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം DJ ഒക്കെ കഴിഞ്ഞു. 12 മണിയായപ്പോൾ നമ്മൾ കേക്കും കട്ട് ചെയ്തു, പടക്കം പൊട്ടിച്ചായിരുന്നു ചീറ്റിപ്പോയത്. അപ്പോൾ ഇത്രയൊക്കെയുള്ള വിശേഷം. ടാറ്റാ ബൈ ബൈ, സീ യു.